മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളിലേക്കും അന്വേഷണം വ്യാപിക്കുകയാണ്. ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിന് ഇഡി സമൻസ് നൽകി. അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നാളെ ഡൽഹിയിൽ നിശ്ചയിച്ചിട്ടുള്ള സമരം ശക്തിപ്രകടനമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി. സഖ്യകക്ഷിയുടെ മുതിർന്ന നേതാക്കൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ആർക്കെ, മറ്റൊരു മന്ത്രിയിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീളുകയാണല്ലോ. എന്താണ് ഇ ഡി നടപടിയുടെ പുതിയ വിവരങ്ങൾ? ഗോപി സൂചിപ്പിച്ചതുപോലെ മറ്റ് ഒരു മന്ത്രിയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ട് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല കൂടുതൽ വിപുലമാക്കുകയാണ് ഇ ഡി പറയുന്നത്. ഈ കേസിന് വലിയ വ്യാപ്തിയുണ്ട്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചന, അതിനനുബന്ധമായി മന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുത്ത് അതിന് സാഹചര്യം ഒരുക്കുന്നു. ഒരു നയം കോഴ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഉടച്ചു വാർത്തു എന്നതാണ് ഇ ഡിയുടെ ആരോപണം. ഇത് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയമായിട്ട് ശക്തമായി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പ്രതിരോധം ഇ ഡിയെ സംബന്ധിച്ചും ഉത്തരം പറയേണ്ട, വളരെ വേഗത്തിൽ ഈ അന്വേഷണത്തിൽ ഉത്തരം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോടതിയിലടക്കം, ഡൽഹി ഹൈക്കോടതിയിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഹർജികൾ അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി കൂടിയായിട്ടുള്ള ഗെഹ്ലോട്ടിന് ഈ സമൻസ് നൽകിക്കൊണ്ടുള്ള ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി. കൈലാഷ് ഗെഹ്ലോട്ട് ഇ ഡിയുടെ ഇപ്പോഴത്തെ നിഗമനം അനുസരിച്ചുകൊണ്ട് നടന്ന ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എല്ലാം നേരിട്ട് വിവരമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ സാക്ഷിയാണോ പ്രതിയാണോ എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും തീരുമാനം കൈക്കൊള്ളുക എന്ന് ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൈലാഷ് ഗെഹ്ലോട്ട് ഹാജരായില്ല എങ്കിൽ ഇ ഡി സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടി അത് ഒരുപക്ഷെ വളരെ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നതായിരിക്കാം. അടുത്ത ദിവസം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡി അവസാനിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയുടെ കാര്യത്തിൽ കൂടുതൽ വാദങ്ങൾ ഉന്നയിക്കാൻ പോലും ഈ ഇന്നത്തെ ഈ സമൻസ് കൈപ്പറ്റിക്കൊണ്ട് ഹാജരാകാൻ കൈലാഷ് ഗെഹ്ലോട്ട് തയ്യാറായില്ലെങ്കിൽ ഇ ഡിക്ക് സാധിച്ചെന്ന് വരും. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് ഈ വിഷയത്തെ കൂടുതൽ നിയമപരമായിട്ട് വിലയിരുത്തിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. അടുത്ത മണിക്കൂറുകളിൽ ഇ ഡിയുടെ നിർദ്ദേശത്തോട് എങ്ങനെയാണ് പ്രതികരണം എന്നതിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി നിലപാട് വ്യക്തമാക്കും. നാളെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കത്തിലാണ് ആം ആദ്മി പാർട്ടി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർ വിവിധ ഇന്ത്യ മുന്നണി ഘടകകക്ഷികളുമായിട്ട് നടത്തുന്നുണ്ട്. നാളത്തെ ഈ സമരം കൂടുതൽ വിപുലവും ഏറ്റവും വിജയകരവുമാക്കി മാറ്റാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം. ആർക്കെ, ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന പ്രതിഷേധ റാലി സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി നോക്കുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനായിരിക്കുമല്ലോ ശ്രമിക്കുക. മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ നിലയിൽ വിപുലമായ ഒരു പ്രക്ഷോഭം എന്നതാണോ ഇന്ത്യ മുന്നണിക്കകത്ത് നടക്കുന്ന ആലോചനകൾ? അതല്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെയൊക്കെ സാന്നിധ്യം അറിയിക്കുന്ന, അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഒരു പ്രക്ഷോഭം എന്ന നിലയിലാണോ? ഗോപി, ഇതിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു രാഷ്ട്രീയ ലക്ഷ്യം നാളത്തെ സമരത്തിനുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണി ആകെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവാദങ്ങളിൽ ഒന്ന് BJP കേന്ദ്ര ഏജൻസികളെ ഉന്നയിച്ചുകൊണ്ട് ഓരോ ഘടകകക്ഷി നേതാക്കന്മാരെയും ലക്ഷ്യമിടുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന രണ്ടാമത്തെ ഒന്ന്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏജൻസികളിൽ നിന്ന് അഥവാ കമ്പനികളിൽ നിന്ന് ഒക്കെ BJP ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒക്കെ പേരിൽ വാങ്ങിയിരിക്കുന്ന പണം അത് കോഴപ്പണമാണ്. ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാനാണ് ഇപ്പോൾ ഈ വിധത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കൺകെട്ട് വിദ്യ എന്ന രീതിയിലാണ് എന്നതാണ് ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ഈ വിഷയം കൂടുതൽ സജീവമാക്കി ഉന്നയിക്കുക, അത് ഒരു പ്രതിഷേധ രംഗത്ത് ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഫലം അത് നൽകും എന്നുള്ള വിലയിരുത്തലാണ് ഇന്ത്യ മുന്നണിക്ക് ഉള്ളത്. അതുകൊണ്ട് നാളത്തെ പരിപാടി അത് കേവലം ഒരു പ്രതിഷേധം എന്നതിലുപരി ഒരു ശക്തി പ്രകടനമാക്കി മാറ്റി ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ രാഷ്ട്രീയമായിട്ട് പ്രതിരോധം ഉയർത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.